ജയസൂര്യയോടൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഒന്നിക്കുന്ന മേരി ആവാസുനോ തിയേറ്ററുകളിൽ. അമ്രു ഇപ്പം വന്ന് പ്രൊഫഷണൽ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ മെഗാ എപ്പിസോഡില് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആള് വരുന്നുണ്ട്. ആരാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അവർക്ക് അറിഞ്ഞൂടല്ലോ. അവർക്ക് അറിഞ്ഞൂടോ? അപ്പൊ നമുക്ക് ഒരുമിച്ച് വിളിക്കാം. വെൽക്കം രാജു അങ്കിൾ ഓൺ സ്റ്റേജ്. അണ്ണാ വണക്കം. നമസ്കാരം. നമസ്കാരം. പുതിയ സിനിമ എൻ്റെ മഹേഷും മാരുതിയും ഇനി കുറച്ച് ഷൂട്ടിംഗ് കൂടെ ഉണ്ട് ഈ ആഴ്ച. അത് എത്രാമത്തെ സിനിമയാണ്? എൻ്റെ 13ാമത്തെ സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ആദ്യ സിനിമ മോഹൻലാലും ഞാനും പ്രിയനും ശങ്കറും ശ്രീനിവാസും കൂടി ചേർന്ന് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറയുന്നത്. എൻ്റെ 13 ചിത്രങ്ങളിൽ ഓരോ സിനിമകൾക്കും സംഗീത സംവിധാനം ചെയ്ത 2 പേര് എൻ്റെ മുമ്പ് ഇരിക്കാൻ. ഈയിടെ ഞാൻ അമ്പലപ്പുഴ കുടുംബവേദി ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെ ബാലചന്ദ്ര മേനോൻ സാർ പറഞ്ഞു, മണിയമ്പിള്ള രാജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാ, മണിയമ്പിള്ള രാജു എന്ന് പേരിട്ടത് ഞാനാ. 100% ശരിയാണ്. അതായത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് പാസ്സായി പുറത്തിറങ്ങുമ്പം എന്നും അവിടുത്തെ മഹാലിംഗപുരത്ത് അയ്യപ്പൻ കോലി പോകും. ആ പോണ വഴിക്കാണ് ബാലചന്ദ്രമേനോൻ അവിടുത്തെ അന്നത്തെ നാനയുടെ മദ്രാസ് പ്രതിനിധിയായിട്ട് അവിടെ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോകുമായിരുന്നു. അങ്ങനെ കാണാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നപ്പം പുള്ളി ഒരു 200 പേജ് നോട്ട് ബുക്കിൽ, എടാ ഇത് ഞാൻ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റാണ് പരമു, ഞാൻ എന്തെങ്കിലും ഒരു ഡയറക്ടർ ആവണമെങ്കിൽ ഇത് ഞാൻ സിനിമയാക്കും, ആ സിനിമയിൽ നീ ആയിരിക്കും പരമു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം സിനിമ എടുത്ത് ഉത്രാടത്തിൽ ഞാൻ ഒരു ചെറിയ വേഷമുള്ള ശ്രദ്ധിക്കപ്പെടില്ല. പിന്നെ അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും വലിയ ഡയറക്ടറായി. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പുറത്തെ ഒരു മുറിയിലിരുന്ന് ഞാനിങ്ങനെ സ്ക്രീൻ പെയിൻറ്റിങ് ഒക്കെ തുടങ്ങി. സിനിമയൊന്നും ഇല്ല, ക്ലച്ച് പിടിച്ചില്ല. അങ്ങനെ പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേനോൻ വന്നിട്ട്, സ്ക്രീനിൽ വലിയ ആളാകണമെന്ന് വിചാരിച്ചു, അവസാനം അവൻ സ്ക്രീൻ പ്രിന്റിങ്ങിൽ ഒതുങ്ങി. നീ ഇങ്ങനെ ഒതുങ്ങേണ്ടവനല്ല. അതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. നേരത്തെ കിടന്ന് ഉറങ്ങുമ്പോൾ സൗണ്ട് റെക്കോർഡ് ഹരികുമാർ പറഞ്ഞു, ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ബാലേന്ദ്രൻ എന്നെ കണ്ടു, നിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടൊന്നും ക്ലച്ച് പിടിച്ചില്ല, അവൻ അപ്സെറ്റ് ആണെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ അവനെ കാണണം, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നെ കണ്ടോടനെ ഒരു ഷേക്കൻ്റെയൊക്കെ തന്നിട്ട് അകത്ത് നോക്കിയ ഒരാളുടെ അടുത്ത്, പീറ്റർ സാറേ ഇതാണ് നമ്മുടെ പടത്തിലെ നായകൻ. ഞാൻ ഉറക്കത്തിൽ വിളിച്ചോണ്ടി കളിയാക്കുന്നു. അപ്പം പീറ്റർ സാർ അവിടെ നിന്ന്, സുധീർ കുമാറാണല്ലേ എന്ന് പറഞ്ഞ് പുറത്തു. അപ്പൊ എനിക്കൊരു ചെറിയ വിശ്വാസം. ഞാൻ അന്ന് നിന്റെ അടുത്ത് പറഞ്ഞില്ലേ പരമോ, അത് സിനിമയാക്കാണ്, നീയാണ് അതിൽ നായകൻ. അന്നാണ് ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ കളർ സ്വപ്നങ്ങൾ കാണുന്നത്, എന്റെ പോസ്റ്റർ റോഡിൽ തൂങ്ങുന്നത്, ഞാൻ വണ്ടി ഫിയേറ്റ് കാർ ഓടിച്ചു പോകുന്നത്, എന്തെല്ലാമോ സ്വപ്നം കണ്ടു. അങ്ങനെ അത് സിനിമയാക്കിയപ്പോഴത്തേക്കും ഇത് ഗോപാലി ചേട്ടൻ എന്ന് പറയുന്നത് അമ്പലപ്പുഴ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ആ പുള്ളിയുടെ സ്റ്റിൽസെല്ലാം എന്നെ കൊണ്ട് കാണിച്ച് അതുപോലെയൊക്കെ ഇട്ട് അയാൾ നടക്കുന്ന മാതിരിയൊക്കെ ഉള്ള അതല്ല എന്നെ പഠിപ്പിച്ച് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണു നാഗവള്ളിയാണ് പറഞ്ഞത്, മണിയമ്പിള്ള, ഗോപാലി ചേട്ടന്റെ പേരും മണിയമ്പിള്ള എന്നാക്കി എന്നെ. വെറും മണിയമ്പിള്ള എന്നിട്ടാൽ സുഖമില്ല, ഇറ്റ്സ് ബോത്ത് സൈഡ് ഓഫ് എ കോയിൻ എന്നുള്ള രീതിയിൽ നോക്കും. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നുള്ള പേരിട്ടത് പാവം വേണു നാഗവള്ളിയായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ഒരു യാത്ര ശരിക്കും തുടങ്ങുന്നത്. ബാലേന്ദ്രനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്നത്. എന്തായാലും ചേട്ടാ, ഇത് വലിയൊരു അഭിമാന നിമിഷമാണ് നമ്മുടെ ടോപ്പ് സിംഗറിന് രാജേട്ടൻ ഇവിടെ വന്നത്. വെൽക്കം ടു ടോപ്പ് സിംഗർ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഇനി ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്കായ മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ മൈജി ടോട്ടലിൽ നിന്നും നിങ്ങളുടെ ഫേവറേറ്റ് ഗാഡ്ജറ്റ്സ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. അതും മൈജി ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന അടിപൊളി ഓഫറുകളോടൊപ്പം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായ മൈജി ആപ്പിലൂടെയും പർച്ചേസ് ചെയ്യാം. ഇനി പോക്കറ്റ് കാലിയാക്കാതെ പുതുപുത്തൻ ഗാഡ്ജറ്റുകൾ വാങ്ങാം, അപ്ഡേറ്റ് ആയിരിക്കാം. വേറൊരു റേഞ്ച് ആണ് മൈജി. ടോപ്പ് സിംഗർ സാറ്റർഡേ സ്പെഷ്യൽ മെഗാ എപ്പിസോഡിലേക്ക്, സംഗീത വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അമൃത കുട്ടി എത്തുന്നു. വെൽക്കം അമൃത വർഷിണി ഓൺ സ്റ്റേജ്. അമൃതേ, ഇങ്ങനെ ഇവിടെ ആരെങ്കിലും വിളിക്കാറുണ്ട്? അമൃതേ, മണിയണ്ണൻ ചോദിക്കുന്നു, എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചാടി ചാടി പോണം? കുതിര വന്നിരുന്നു ഞാൻ വിചാരിച്ചു, പടക്ക അങ്ങനെ മ്യൂസിക് കിട്ടാൻ കറക്റ്റ് അങ്ങനെയാണ് വന്നത് ഇവിടെ. എന്താണ് ബന്ധപ്പെട്ട പാട്ട് വല്ലതാണോ പാടാൻ പോകുന്നത്? അല്ല, എന്നും അങ്ങനെയാ. എന്നും ഞാനിങ്ങനെയാ വരാം.
ഏത് പാട്ടാ മോളെ? നീ എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇത് 50 വർഷം മുമ്പുള്ള പാട്ടാണ്. 1972. ആ മണിയണ്ണ, ഈ നമ്മൾ അങ്ങനെ പുറകോട്ട് ചിന്തിക്കുമ്പം സന്തോഷമാണോ അതോ ഒരു ദുഃഖമുണ്ടോ? എന്താണ് ഈ 50 വർഷം പുറകോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ? എന്നെ സംബന്ധിച്ചുള്ള സന്തോഷമാണ്. കാരണം വേറൊന്നുമല്ല, ജീവിതത്തിലെ നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടനാകുക, പ്രത്യേകിച്ച് സിനിമാ നടനാകുക എന്നുള്ളതായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിൽ എൻ്റെ സീനിയർ ജഗദീഷ് ശിവകുമാറായിരുന്നു. ജഗദീഷ് ശിവകുമാറിൻ്റെ അഭിനയം കണ്ട് അന്തവും കുന്തവും വിട്ട് അത് കണ്ടിട്ടുള്ള ആൾക്കാരുടെ ചിരിയും കയ്യടിയും അങ്ങേരത്തുള്ള ആരാധന കണ്ടപ്പോൾ എനിക്കും നടനാവണം എന്ന് തോന്നി. അങ്ങനെ ജഗദീഷ് ശിവകുമാറാണ് ഞാൻ ആദ്യം കാണുന്ന ഏറ്റവും വലിയ ആക്ടർ, ഏത് സിനിമയിലല്ലാതെ. അപ്പോൾ ഞാനത് ആഗ്രഹിച്ചു. എൻ്റെ അടുത്ത് പലരും, ഇന്നലെ ഒരാൾ ചോദിച്ചു, ചേട്ടൻ സിനിമയിൽ വരുന്നില്ലെങ്കിൽ എന്താവുമെന്ന് ചോദിച്ചാൽ എനിക്കതിന് സഡനായിട്ടും ഞാൻ മറ്റേ മറിച്ച് അല്ലെങ്കിൽ ഞാൻ അതിന് പോകും, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാര്യം ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യവും പ്രാർത്ഥനയും ശ്രമവുമല്ല. അതുകൊണ്ട് അങ്ങനെയായി. ഇപ്പം 47 വർഷമായിട്ട് സിനിമ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഇനി തകർക്കൂ. ഓ സർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
അമൃസേ സർ ബ്യൂട്ടിഫുള്ളി സങ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു ആ, സർ. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും 2 പാട്ട് എനിക്ക് ഓർമ്മ വരും. അണ്ണാ നമുക്ക് വേണ്ടി പാടിത്തരാമോ? സത്യനായക മുക്തിദായക. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. ചേട്ടാ വേറൊരു പാട്ടും കൂടെ ഓർമ്മയാണ്. ചിരിക്കുമ്പോൾ ചേട്ടാ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. ഓ നിന്നിഴൽ മാത്രം വരും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. എന്താ സംഭവിപ്പിച്ചിരിക്കുന്നത്? അതായത് അമ്രു ഇപ്പം വന്ന് എന്താ പറയുന്നത്, ടു പ്രൊഫഷണലായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ പറയാറുള്ളൊരു വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഗോ ടു ദ സ്റ്റുഡിയോ. എനിക്ക് ചെറിയ സംശയം തോന്നിയത് അപമാനത്തിൻ എന്ന് പറഞ്ഞ് വാക്ക് പിടികിട്ടാതെ വന്ന് പെട്ടെന്ന് കിട്ടിയതാണോ? അല്ലല്ല, അല്ല, അവിടെ ഒരു കൺഫ്യൂഷൻ പോലെ മുഖത്തൊരു ആ പാടി വന്നപ്പോ ഒരു ആക്ഷൻ വന്നതാ. അപ്പോൾ അവിടെ പാടിയപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂസ്ഡ് ഫീൽ എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ഈ പാട്ടിനെ കുറിച്ച് പറയാനില്ല. യു സാങ് വെരി വെൽ. താങ്ക് യു സർ. മാത്രമല്ല ശേഖർ സാറിൻ്റെ ഈ വയലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇറ്റ്സ് വെരി ഗുഡ്. ഒന്ന് കേൾപ്പിക്കാം ആ പോർഷൻ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ, അമ്മേ നീ എന്ന ഭയമല്ലേ. ആ ഇത് നല്ല തോട്ടാണിത്. നമ്മൾ വിചാരിക്കും പാട്ടിന് മൊത്തം അങ്ങനെ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴും അതിൻ്റെ ഒരു പകുതി ശതമാനത്തിൽ നിന്ന് വീണ്ടും വേറെ പാർട്സായിട്ട് മാറുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ ഒരാളല്ല RK ശേഖർ സാറിനെ കുറിച്ച്. എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. അമൃസേ സർ ഇത്രയും നന്നായിട്ട് പാടുന്നവരൊക്കെ നമുക്ക് ഇവിടെ പാടിപ്പിക്കണോ ചേട്ടാ? പിരിച്ചുവിടാം പിരിച്ചു വിട്ടാലോ എന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അല്ലേ? ഗോ ടു സ്റ്റുഡിയോ എന്ന് പറയേണ്ട സമയമായി. പിരിച്ചുവിടാം. വളരെ സ്വീറ്റ് ആയിരുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെരി ബ്യൂട്ടിഫുള്ളി സങ് എന്ന് പറയുന്നത്. ഒരു പാട്ട് പാടുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ ഓരോ ഇടത്തിലും എങ്ങനെ എത്ര വോയിസ് മോഡുലേഷൻസ് ഉണ്ട്, എത്ര ഭാവങ്ങളുണ്ട്, എത്ര സ്വരങ്ങളുടെ നൈർമല്യങ്ങളുണ്ട്, അതിൻ്റെ ഹാർട്ട് ബീറ്റ്, ആ താളമുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പാട്ട് ഒരു വ്യത്യസ്തമായ സോങ് സെലക്ഷൻ കൂടിയാണ്. സാധാരണ നമ്മൾ റിയാലിറ്റി ഷോസിലും കോമ്പറ്റീഷൻസിലും ഒന്നും കേൾക്കാത്തതാണ്. അതാണ് ടോപ്പ് സിംഗറിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ ആ ഒരു ഹെറിഡിറ്റിയെ നമസ്കരിച്ചുകൊണ്ടാണ് ടോപ്പ് സിംഗർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ആ ഹെറിഡിറ്റിയെ ഏറ്റവും പുതിയ ജനറേഷന് ഇൻട്രൊഡ്യൂസും കൂടെ ചെയ്യുന്നുണ്ട്. സംഗീതത്തിൻ്റെ വെളിച്ചവും തെളിച്ചവും വീണ്ടും 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 നമ്മുടെ അമ്രൂസ് കുട്ടീസിന് വന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു സർ. है हुस्ने बेपरवा तुझे शबनम कहूँ शोला कहूँ, ऐ हुस्ने बेपरवा तुझे शबनम कहूँ शोला कहूँ. ഏ ഹുസ്നെ ബേപ്പർവ, അതായത് യു ആർ സോ ബ്യൂട്ടിഫുൾ. ഫയറായിട്ട് കമ്പയർ ചെയ്യണോ, ഷബ്നം മിന്നാമിനുങ്ങായിട്ട് കമ്പയർ ചെയ്യണോ? ഇന്നിപ്പോൾ മോളുടെ പെർഫോമൻസ് കേട്ടപ്പോൾ എനിക്കൊന്നും പറയാനില്ല.
അതായത് ഒരു പ്രൊഫഷണൽ സിംഗർ, ഫുൾ ഫ്ലെജ് പ്രൊഫഷണൽ വന്ന് പാടുന്ന മാതിരിയാണ് പാടിയത്. അതായത് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അപ്പം എനിക്ക് ജസ്റ്റ് ഇത് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ തോന്നി മോൾക്ക് വേണ്ടി. പിന്നെ ഇതും ബേസിക്കലി ആ രാഗത്തിലാണ്. അപ്പോൾ ഈ പാട്ടും എനിക്ക് ഓർമ്മ വന്നു. ലവ്ലി റെൻഡിഷൻ, അതായത് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നല്ല ത്രോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ത്രോ മെയിൻറ്റെയിൻ ചെയ്യുക, വെരി ഗുഡ്. താങ്ക് യു. മോള് പാടുമ്പോൾ ആ ബാക്ക് ഡ്രോപ്സിൽ പള്ളി വന്നപ്പം ഭയങ്കര സുഖമായിരുന്നു. എൻ്റെ വിഷ്വൽ ഭയങ്കര രസമായിരുന്നു. ബാക്ക് സ്ക്രീനിൽ മണിയണ്ണ അടുത്ത പടത്തില് ഒരു ചാൻസ് കൊടുക്കൂ, ഒരു പാട്ട്. പള്ളിപ്പാട്ടുണ്ടോ നോക്കട്ടെ. അമ്രോട്സിന് വി ഡിസൈഡഡ് 99 out of 100. താങ്ക് യു സർ. Amrus, you're going to be awarded a Super Supreme today. താങ്ക് യു സർ. Congratulations, you are awarded a Super Supreme. താങ്ക് യു സർ. താങ്ക് യു. നീ